നമ്മൾ മലയാളികൾക്ക് അധികം ഉപയോഗമില്ലാത്ത ഒന്നാണ് ഗരം മസാല. കാരണം നമ്മൾ തേങ്ങയൊക്കെ അരച്ച് കറി വെക്കുന്നവരല്ലേ, അന്നേരം അതിന് വലിയ ഗരം മസാലയുടെ ആവശ്യമൊന്നും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഹിന്ദിക്കാർ അവരുടെ ഏത് കറികൾക്കും അവർ ഗരം മസാല ചേർക്കും. ഞാനിവിടെ നിന്ന് ഗരം മസാലയൊക്കെ ഒന്ന് തയ്യാറാക്കാവുന്ന കണ്ട് അതിൻ്റെ പാക്കറ്റൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ കടയിൽ നിന്ന് പൊടി അതൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി വ്യത്യാസമുണ്ട്, നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് ഗരം മസാല എങ്ങനെയാണ് പൊടിക്കുന്നതെന്നൊന്ന് കാണിക്കുന്നത്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. കറുവപ്പട്ടയൊക്കെ കുറേ അധികം ഉണ്ട്, അതുപോലെ അതിൻ്റെ ഇലയൊക്കെ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിയും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാനിതെല്ലാം ഒന്നും ഉപയോഗിക്കത്തില്ല. നിങ്ങൾ എങ്ങനെയാണ് ഗരം മസാല പൊടിക്കുന്നത്? ഇതെല്ലാം സാധനങ്ങളും ചേർക്കാറുണ്ടോ? ഈ ഇലയൊക്കെ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒത്തിരി വ്യത്യാസം, ഭയങ്കര സ്ട്രോങ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ കറുവാപ്പട്ടയൊന്നും ഇത്രയൊന്നും ഇടത്തില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഇടും. കറുവാപ്പട്ട അതിൻ്റെ ഇല ഇത്രയും ഞാൻ ചേർക്കാറില്ല. അതിന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് മാത്രമേ ഞാൻ ബാക്കി ചേരുവകൾ മാത്രമേ പൊടിച്ച് ചേർക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാനിതൊരിക്കലും ചൂടാക്കത്തില്ല. ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളറും പോയി, അതിൻ്റെ ടേസ്റ്റും പോയി. അതുകൊണ്ട് ചൂടാക്കാതിന് അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് ഒന്ന് സെപ്പറേറ്റാക്കി കാണിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഗരം മസാലയ്ക്കകത്ത് ഈ സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചത്. ഇതൊക്കെ തന്നെയല്ലേ നാട്ടിലെ ഗരം മസാലയ്ക്കകത്തും കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന്. പിന്നെ ചൂടാക്കാതെ പൊടിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഈ പത്ത, ഈ ഇല ഒരെണ്ണേ ഞാൻ എടുക്കത്തുള്ളൂ, ബാക്കിയൊന്നും ഞാൻ എടുക്കത്തില്ല. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കാതെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗരം മസാല നമ്മൾ പൊടികളൊക്കെ ഇട്ട് ചൂടാക്കുമ്പം അതിൻ്റെ കൂടെ ഇടാതെ തന്നെ ലാസ്റ്റിൽ കറി വാങ്ങാൻ നേരത്ത് ചേർക്കുന്നവരും ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് അതേപോലെ നിൽക്കാൻ വേണ്ടി ലാസ്റ്റ് ചേർക്കുന്നത്. ഞാനിവിടെ എല്ലാ സാധനങ്ങളും ചേർത്ത് ഇനി അതൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറിനോട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ചൂടാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കളറിൽ കിട്ടത്തില്ല. അതുപോലെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. പിന്നെ എൻ്റെ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.